ഗൈസ് ക്രിസ്മസ് ഡേന്റെ ഷൂട്ടാണെന്ന്. കുറെ ക്രിസ്മസ് അപ്പൂപ്പന്മാരുണ്ട് ഞങ്ങളപ്പോൾ. ഷൂട്ട് എന്ന് പറഞ്ഞ് വിളിച്ച് 10 മണിക്കകത്ത് പറഞ്ഞ 10:45 ആയിട്ട് ടീം സെറ്റ് ചെയ്യാതെ. കൈസായ മലർ എപ്പോഴും ഇരിക്കേ ഗൈസ്. വീഡിയോഗ്രാഫർ പപ്സും ചായയും കുടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. ടെൻഷൻ ആവുന്നുണ്ട് ഇവിടെ. എനിക്ക് കോപ്പറേറ്റ് അടിക്കാം, അത് നേരെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഗൈസ് കേക്ക് കട്ടിങ് കഴിഞ്ഞ് കാര്യമായിട്ട് കേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഡയറ്റ് ആയതുകൊണ്ട് കേക്ക് കഴിക്കാൻ പറ്റില്ല, തിന്നാൻ പറ്റുന്നില്ല, ഞാൻ തോന്നുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ അവസ്ഥ. കഴിക്കണം ആഗ്രഹമില്ല, കഴിക്കില്ല. പക്ഷേ കൺട്രോൾ. അപ്പൊ ഞാനല്ല, ഞാനാണോ? ഡാൻസും കളിക്കൂ. എങ്ങനെയുണ്ട്? ലൈക്ക് ചെയ്യലുണ്ട്. ഞാൻ തന്നെ അല്ലേ? ആ കുട്ടിയൊക്കെ ഉണ്ടാവും. ആ ഞാൻ തന്നെയാ. മക്കളെ കാണല്ലോ. ആ സംശയമല്ലേ? ഞാൻ തന്നെയാ, ഉറപ്പ്. ഗൈസ് ഒരു കുട്ടി റൈഡ് എടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടോ? അപ്പനന്റെ റൈഡ് ബീഹാറിൽ. നൈസ്. വാ ഗൈസ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് എനിക്ക് വരയ്ക്ക് പോകാം. പ്രത്യേക ഇപ്പോൾ പരിപാടിയൊന്നുമില്ല. TT ആണ്. അത് വേണം. നിങ്ങളെ ടീച്ചർ തൂക്കിയതാ? ആ ആരെടുത്ത്? ടീച്ചർ എടുത്ത്. നമ്മൾ ബാഗൊക്കെ ഉണ്ടായി. വന്നിട്ട് അല്ല കാര്യമായിട്ട് പറഞ്ഞ ഞാൻ എടുത്താലേ ഇവൻ എടുക്കുന്ന. എന്റെ പോലെ സമയത്തിലെത്തുന്ന ഡ്രൈവർ തങ്കപ്പൻ. My fans. ഗൈസ് തിരിച്ച് പോരലെത്തി. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫിഷ് ഫ്രൈ മേക്കിംഗ് മമ്മി ജി. ചെമ്മീൻ ഫ്രൈ. റെസിപ്പി എങ്ങനെയാ അമ്മ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത്രേ ഉള്ളൂ. അമ്മേന്റെ കുക്കിംഗ് ചാനലിന്റെ പേര് സംശയമുള്ളവര് കേട്ടോളി. ഞാൻ മുക്കത്തുകാരി. എന്താണ്? ഞാൻ മുക്കത്തുകാരി. അതിൽ വളരെ സിമ്പിളായി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാട്ടിൻപുറത്ത് ഒരു അമ്മ ഉണ്ടാക്കുന്ന കുറച്ച് പാചകങ്ങൾ അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ എനിക്ക് ഇതുവരെ പറ്റിയില്ല. കേക്ക് ഉണ്ടാക്കാൻ പോലും അറിയില്ല. അത്രേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല. ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയത്, ഉണ്ടാക്കാൻ പറ്റുന്ന നന്നായി ഉണ്ടാക്കാന്നുള്ളൂ. എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ എന്തായാലും. എന്താ അമ്മന്റെ അഭിപ്രായം? അതല്ല, ചിലർക്ക് വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കുമല്ലോ. എനിക്കത് അത്ര അങ്ങനെ, ഞാൻ വെറൈറ്റി ഫുഡ് ഒരുപാട് ടേസ്റ്റ് ചെയ്യാത്ത ഒരാളായതുകൊണ്ടായിരിക്കും. ഓക്കെ ഗൈസ് ഉച്ചയാകുമ്പോൾ ഫുഡൊക്കെ വിളമ്പിണ്ട്. ഇവിടെ കഴിക്കാൻ വേണ്ടി പോവാണ്. സംഭവം നല്ല പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കറിയാ. മത്തൻ കറി പോയല്ലോ. മുളക് ആണോ? കാൽമ തട്ടിപ്പോയി. ഓക്കെ ശരി. കുറച്ച് അങ്ങോട്ട് കേട്ടിച്ചോ. ഗൈസ് ഓരോ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയാണ്. ആരും ഉത്തരം പറയുന്നില്ല. കൊണ്ടോട്ടിക്കാർ വീക്കാന്ന് തോന്നുന്നു. ചോദ്യം ചോദിച്ചു ഉത്തരം പറയാ. പ്രമോഷന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ആയതുകൊണ്ടായിരിക്കണം ഒരു ഉത്തരം പറയാത്തത്. അയച്ചുമാർക്ക് മടിയുണ്ട് കേട്ടോ. അത് വേറെ. എടാ ചോദിക്കാൻ പറ്റുള്ളൂ. ചോദ്യം ചോദിച്ച ഉത്തരം പറയോ? ഒരു വ്ളോഗറാ. ചെറിയ ചോദിക്കട്ടെ, പറയോ? എടാ എന്താ ഷർട്ടൊക്കെ കാണിച്ചു ചളിയാക്കിണ്ടല്ലോ. എടാ നിന്റെ പോരപ്പെടുത്തല്ലേ? നിന്റെ നാട് ഇവിടെ അല്ലേ? മുക്കത്തല്ലേ? മുക്കം അറിയോ? മുക്കറിയോ? ആ മുക്കത്തല്ലേ വീട്. നമ്മട്ടെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടേ? വലിയ ഷൂട്ടാണ്. എണ്ണി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഡോറിന്റെ ഒരു ലുക്ക് നോക്കിയേ.
ഓക്കെ റെഡി ഒന്ന് കൊടുക്കാം. മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ വെറൈറ്റോ. അപ്പൊ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയാനാണെങ്കിൽ ആദ്യം ഇതിന്റെ ഒരു ലുക്ക് തന്നെ നിങ്ങൾ നോക്കിട്ടോ. ഗൈസ് വ്ളോഗ് ചെയ്ത് തീർക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യണമെന്നും വിചാരിക്കരുത്. ഞാൻ ഡെയിലി കൺസിസ്റ്റൻ്റ് ആവുന്നതാണ്. 2 മണി ആ സമയം ഉറക്കം വന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങാൻ കിടക്കുക. അപ്പോൾ ബിഫോർ ദാറ്റ് നാളെ ഫുള്ള് ഷൂട്ടാണ്. രാവിലെ ഒരു ഡ്രോൺ ഷൂട്ടുണ്ട്, ഉച്ചയ്ക്കൊരു ഷൂട്ടുണ്ട്, 3 ഷൂട്ട് നാളെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് ഡ്രോൺ ഷൂട്ട് ഒരു ഒരു സ്ഥാപനം തുടങ്ങുന്നത്, അതിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി എടുക്കണം. അപ്പോൾ അത് 11 മണിക്കാണ്. പിന്നെ അതിന് ശേഷം ഒരു ഷെഡ്യൂളുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ജസ്റ്റ് ബിസി ആയിരിക്കുന്ന ആളെ ഫുള്ള്. എനിക്കെൻ്റെ ലൈഫിൽ ഇങ്ങനെ ബിസി ആയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വ്ളോഗിൽ ഒരിക്കലും ഷെയർ ചെയ്യാറില്ല, ഞാൻ ഷോർട്സിൽ. അപ്പോൾ ആൾക്കാർ ഇവൻ വീട്ടിൽ തന്നെ വിട്ടിരിക്കുന്ന അപരാധം. ഗൈസ് എനിക്കതൊന്നുമല്ല. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് മക്കൾസും ഒരുപാട് ഫാമിലി ഓഡിയൻസും നല്ലോണം ഉണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഏച്ചിമാരും ഏട്ടന്മാരും അനിയത്തിമാരും പെങ്ങന്മാരും എല്ലാവരും വീഡിയോ കാണും, നല്ലത് പറയും. ഒരുപാട് സന്തോഷം അതിൽ. അതൊരു ഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്നത്. എല്ലാവരും കാണുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് അവരെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. മോൻ്റെ വീഡിയോസ് കാണാറുണ്ട്, നന്നാവാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, നന്ദുട്ട എന്തൊക്കെയാടാ, എവിടെയാ നന്ദുവോ, അങ്ങനെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കാണാം. വലിയ രീതിയിലൊന്നും വളർന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ സംഭവമായിട്ടല്ല, ഞാൻ വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫാണ്. നിങ്ങൾ ഈ വ്ളോഗ് കാണുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ ലൈഫിൽ. ചില ആൾക്കാർ വിചാരിക്കും ഇവനെന്ത് സീരിയസ് ആടാ, ഇവനെന്താ ഇങ്ങനെ ചിരിക്കാത്തത്, എന്നോട് പലരും പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. അപ്പോൾ ഇപ്പോൾ കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര ഫ്ലാഷ് കണ്ടടിച്ചിട്ട് കണ്ണെന്താ കൊണ്ട് ഉറങ്ങാൻ 2:45 3 മണിയായി. അപ്പോൾ ഡെയിലി ഇപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര റഷായിട്ട് പോവാണ്. എനിക്ക് ഐഡൽ നന്ദുട്ടൻ ഓണാക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ പ്രൊഡക്ഷൻ പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഡള്ളാവല്ലേ. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് മാനേജ് ആവുന്നില്ല, എനിക്ക് എഡിറ്റിംഗ് എത്തുന്നില്ല, 5-6 പേജ് ഒറ്റയടിക്ക് നടക്കുന്നില്ല. അപ്പോൾ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം എന്നുണ്ട് ഉഷാറായിട്ട്. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും സപ്പോർട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റാണ്. എനിക്ക് ചെയ്യണം എന്നുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ ഈ വ്ളോഗ് ഇടുന്നത് തന്നെ ആസ് എ പാർട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആണ് വ്ളോഗിൽ. എനിക്ക് ഡിസിപ്ലിൻ ഉണ്ട് എന്ന് എനിക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോസ് അതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. എൻ്റെ ഈ ചണ്ടി വ്ളോഗ്സ് ഒന്നും ആരും കാണാൻ നിൽക്കരുത്. എന്നാൽ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഈ പൊട്ടത്തരം പറയുന്ന ഒരു വിവരമില്ലാത്തൊരു ആൾ പറയുന്ന വർത്തമാനം. ഞാൻ ജസ്റ്റ് നാട്ടും പുറക്കെ നടക്കുന്ന ഒരു സാധാരണക്കാരനാണ്. കുറച്ച് വീഡിയോസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നു, അത് റീച്ചാവുന്ന ഭാഗ്യം കൊണ്ട് അത് റീച്ചായി ഇങ്ങനെ പോകുന്നു. അതിന്ന് കോടികളൊന്നും സമ്പാദിക്കുന്നില്ല, പക്ഷേ എന്നാലും എൻ്റെ ജീവിതം കഴിയാനുള്ളത് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം അതിലൊക്കെ സപ്പോർട്ടിൽ. ഇങ്ങനെ ഫോൺ തുറന്ന് വെക്കുമ്പോൾ തോരാതെ സംസാരിക്കാൻ പഠിക്കാനും പഠിപ്പിച്ചതൊക്കെ ഈ വ്ളോഗാണ്. അപ്പോൾ പണ്ടൊക്കെ ക്യാമറ മുന്നിൽ തുറക്കുമ്പോൾ എന്ത് സംസാരിക്കണം എന്നറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. എന്തൊക്കെ ആയാലും ലൈഫിൽ എന്താഗ്രഹം ഉണ്ടെങ്കിലും വിചാരിച്ചാൽ നടക്കുമെന്നറിയാം. അപ്പോൾ നമ്മളെ ഹാർഡ് വർക്ക് ചെയ്യുക എന്തിനാണെങ്കിലും. അപ്പോൾ ഒരുപാട് സന്തോഷം വീഡിയോ കാണുന്നതിൽ. അപ്പോൾ നാളെ വീഡിയോ എടുക്കും, വ്ളോഗ് ഇടും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ഫ്രം നന്ദുട്ടൻ വ്ളോഗർ.